കോവിഡ് പശ്ചാത്തലത്തിൽ സുരക്ഷാ മുൻകരുതലുകൾ ശക്തമാക്കാൻ കർശന മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി ദുബായ്. നാളെ മുതൽ ഈ മാസം അവസാനം വരെ തിയേറ്ററുകൾ ഉൾപ്പെടെയുള്ള ഇൻഡോർ വിനോദ കായിക കേന്ദ്രങ്ങളിലെ പ്രവേശനം പകുതി പേർക്ക് മാത്രമാക്കി കുറച്ചു. കൂടാതെ ഹോട്ടലുകൾ, മാളുകൾ എന്നിവയുടെ പ്രവർത്തനശേഷി 70% കുറച്ചിട്ടുണ്ട്. റെസ്റ്റോറന്റുകൾ, കഫേകൾ എന്നിവ രാത്രി 1 മണിക്ക് ശേഷം പ്രവർത്തിക്കരുതെന്നും എമിറേറ്റ്സിലെ പബ്ബുകൾ, ബാറുകൾ എന്നിവ നാളെ മുതൽ ഈ മാസം 28 വരെ അടച്ചിടണമെന്നും പുതിയ നിർദ്ദേശത്തിൽ പറയുന്നു. സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ ലംഘിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ച പശ്ചാത്തലത്തിലാണ് നടപടി. UAEയിൽ ഇന്ന് 2730 കോവിഡ് കേസുകളും 9 മരണവും റിപ്പോർട്ട് ചെയ്തു. നിലവിൽ രോഗബാധിതരുടെ എണ്ണം 24,070 ഉയർന്നു. ഇന്ന് 2730 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചതോടെ UAEയിൽ കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 3,6339 പുതുതായി 4,452 പേർ രോഗമുക്തി നേടിയിട്ടുണ്ട്. ഇന്ന് കോവിഡ് ബാധിച്ച് 12 പേർ മരിച്ചതായും ആരോഗ്യ മന്ത്രാലയം റിപ്പോർട്ട് ചെയ്തു. രാജ്യത്ത് ഇതുവരെ കോവിഡ് ബാധിച്ച് 859 പേരാണ് മരിച്ചത്. 2,81,070 പേർക്ക് ഇതുവരെ രോഗമുക്തി നേടാനായതായും ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. നിലവിൽ 24,070 പേരാണ് കോവിഡ് ബാധിച്ച് UAEയിൽ ചികിത്സയിലുള്ളത്. അതേസമയം UAEയിൽ കോവിഡ് വാക്സിന്റെ വിതരണം ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ്. 34 ലക്ഷത്തിലധികം ഡോസ് വാക്സിൻ ഇതിനോടകം നൽകിക്കഴിഞ്ഞു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ മാത്രം 1,06,615 ഡോസ് വാക്സിനാണ് നൽകിയത്. 24 ദുബായ്. ഒമാനിൽ 24 മണിക്കൂറിനിടെ 198 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 3 പേർ കൂടി മരിച്ചതോടെ ആകെ മരണസംഖ്യ 1532. ഒമാനിൽ ഇന്ന് 198 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചതോടെ രാജ്യത്ത് വൈറസ് ബാധിച്ചവരുടെ എണ്ണം 1,34,524. അതേസമയം ഒമാനിൽ ഇതുവരെ 1,26,572 പേരാണ് കോവിഡ് മുക്തരായത്. 95% നിലവിൽ ഒമാനിലെ കോവിഡ് രോഗമുക്തി നിരക്ക്. 24 മണിക്കൂറിനിടെ 11 രോഗികളെ കൂടി ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. ഇതോടെ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 92 ആയിട്ടുണ്ട്. ഇതിൽ 22 പേർ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണെന്നും ഒമാൻ ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. കോവിഡ് മൂലം 3 പേർ കൂടി മരണപ്പെട്ടതോടെ ഒമാനിൽ ഇതുവരെയുള്ള കോവിഡ് മരണനിരക്ക് 1,532 അതേസമയം ഒമാനിൽ വീണ്ടും ലോക്ഡൌൺ ഏർപ്പെടുത്താൻ നീക്കമില്ല എന്ന് ആരോഗ്യമന്ത്രി ഡോക്ടർ അഹമ്മദ് ബിൻ മുഹമ്മദ് അൽ സൗദി വ്യക്തമാക്കി. 25 ലക്ഷം വാക്സിൻ വിവിധ ഉൽപ്പാദകരിൽ നിന്ന് ഒമാൻ ബുക്ക് ചെയ്തതായും 4 ലക്ഷം വാക്സിനുകൾ കൂടി ഈ മാസം രാജ്യത്തെത്തുമെന്നും മന്ത്രി പറഞ്ഞു. 24 ഒമാൻ. ബഹ്റൈനിൽ കോവിഡ് ബാധിച്ച് 3 പേർ കൂടി മരിച്ചു. പുതുതായി 431 കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തു. നിയമലംഘകർക്കെതിരെ അധികൃതർ നടപടി ശക്തമാക്കി. ഞായറാഴ്ച കോവിഡ് ബാധിച്ച് ചികിത്സയിലായിരുന്ന 3 പേർ കൂടി മരണത്തിന് കീഴടങ്ങിയതോടെ രാജ്യത്ത് മൊത്തം മരണസംഖ്യ 375 അതിനിടെ രാജ്യത്ത് പുതിയ കോവിഡ് രോഗികളുടെ എണ്ണം കുതിച്ചുയരുകയാണ്. കഴിഞ്ഞ ദിവസം നടന്ന പരിശോധനയിൽ 431 പുതിയ കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതേസമയം നിയമലംഘനം നടത്തുന്ന കഫേകൾക്കും റെസ്റ്റോറന്റുകൾക്കും മറ്റ് സ്ഥാപനങ്ങൾക്കുമെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും നിയമലംഘകരോട് കാണിക്കുകയില്ല. കോവിഡ് ബാധിതരുടെ എണ്ണം കുത്തനെ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് നടപടികൾ വീണ്ടും ശക്തമാക്കിയത്. ഫെബ്രുവരി 20 വരെ അകത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്ന സംവിധാനത്തിന് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിയമം ലംഘിക്കുന്നവർക്ക് കനത്ത പിഴ ഈടാക്കുന്നതിന് പുറമെ സ്ഥാപനം അടച്ചുപൂട്ടുമെന്നും അധികൃതർ പ്രഖ്യാപിച്ചു. ഔട്ട്ഡോർ സർവീസ് മാത്രമേ ഇനി മുതൽ അനുവദിക്കൂ. പുതിയ കേസുകൾ വർദ്ധിക്കുന്നതിനാലും ജനിതക മാറ്റം സംഭവിച്ച കോവിഡ് വ്യാപനം തടയുന്നതിനുമാണ് നടപടികൾ കർശനമാക്കുന്നതെന്ന് ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. ജോമോൻ കുരിശിങ്കൽ, 24 ബഹ്റൈൻ. സൗദി അറേബ്യയിൽ 255 കോവിഡ് കേസുകളും 4 മരണവുമാണ് ഇന്ന് റിപ്പോർട്ട് ചെയ്തത്. കോവിഡ് സുരക്ഷാ നിർദ്ദേശങ്ങൾ ലംഘിക്കുന്ന സ്വകാര്യ സ്ഥാപനങ്ങൾക്കെതിരെ പിഴയും സ്ഥാപനം അടച്ചുപൂട്ടലും ഉൾപ്പെടെയുള്ള ശിക്ഷാ നടപടികൾ സ്വീകരിക്കുമെന്ന് ആഭ്യന്തര മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. 24 മണിക്കൂറിനിടെ സൗദിയിൽ 44,496 സാമ്പിളുകൾ പരിശോധിച്ചപ്പോൾ 255 കോവിഡ് കേസുകളാണ് കണ്ടെത്തിയത്. 0.57% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. 266 പേർ കൂടി രോഗമുക്തി നേടി. കോവിഡ് കേസുകളുടെ എണ്ണം 3,68,329 രോഗമുക്തി നേടിയവരുടെ എണ്ണം 3,59,839 ഉയർന്നു. 97.69% രോഗമുക്തി നിരക്ക്. 4 മരണം കൂടി റിപ്പോർട്ട് ചെയ്തതോടെ കോവിഡ് മരണസംഖ്യ 6,379 നിലവിൽ ചികിത്സയിലുള്ളത് 2,111 പേരാണ്. ഇതിൽ 371 പേർ തീവ്രപരിചരണ വിഭാഗത്തിലാണ്. 1,23,40,183 സാമ്പിളുകൾ ഇതുവരെ പരിശോധിച്ചു. റിയാദ് പ്രവിശ്യയിൽ 99 കിഴക്കൻ പ്രവിശ്യയിൽ 58 മക്ക പ്രവിശ്യയിൽ 46 കോവിഡ് കേസുകൾ ഇന്ന് റിപ്പോർട്ട് ചെയ്തു. അതേസമയം കോവിഡ് സുരക്ഷാ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കാത്ത സ്വകാര്യ സ്ഥാപനങ്ങൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് സൗദി ആഭ്യന്തര മന്ത്രാലയം ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകി.
കോവിഡ് പ്രോട്ടോകോൾ പാലിക്കുന്നതിൽ വീഴ്ച വരുത്തുന്ന സ്ഥാപനങ്ങൾക്ക് ആദ്യഘട്ടത്തിൽ 10,000 റിയാൽ പിഴ ചുമത്തും. രണ്ടാമത്തെ തവണ 20,000 റിയാലായിരിക്കും പിഴ. കുറ്റം ആവർത്തിക്കുന്നതിനനുസരിച്ച് പിഴ സംഖ്യയും വർദ്ധിക്കും. കൂടാതെ നിയമലംഘനം നടത്തുന്ന സ്ഥാപനം ആദ്യഘട്ടത്തിൽ 3 മാസത്തേക്കും കുറ്റം ആവർത്തിച്ചാൽ 6 മാസത്തേക്കും അടച്ചുപൂട്ടും. മാസ്ക് ധരിക്കുക, അകലം പാലിക്കുക, ശരീരോഷ്മാവ് പരിശോധിക്കുക, ഷോപ്പിംഗ് ബാസ്ക്കറ്റുകളും ട്രോളികളും അണുമുക്തമാക്കുക തുടങ്ങിയവ സ്ഥാപനങ്ങൾക്കുള്ള സുരക്ഷാ നിർദ്ദേശങ്ങളിലുണ്ട്. ജലീൽ കണമകലം, 24 ജിദ്ദ. മക്കയിലെ ഹറം പള്ളിയിൽ കോവിഡ് സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിക്കുന്നത് ശക്തമായി നിരീക്ഷിക്കും. രോഗികളുടെ എണ്ണം കൂടുന്ന സാഹചര്യത്തിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കണമെന്നാവശ്യപ്പെട്ട് സൗദിയിലെ എല്ലാ പള്ളികൾക്കും മതകാര്യ മന്ത്രാലയം സർക്കുലർ അയച്ചു. കോവിഡ് വ്യാപനം തുടരുന്ന സാഹചര്യത്തിലാണ് മക്കയിലെ മസ്ജിദുൽ ഹറാം പള്ളിയിലെത്തുന്ന വിശ്വാസികളെ കോവിഡ് സുരക്ഷാ മാനദണ്ഡങ്ങളെക്കുറിച്ച് അധികൃതർ ഓർമ്മിപ്പിച്ചത്. പള്ളിയിൽ പ്രാർത്ഥിക്കാനെത്തുന്നവർ എല്ലാ മുൻകരുതലുകളും സ്വീകരിക്കണമെന്ന് ഹറം കാര്യ വിഭാഗം നിർദ്ദേശിച്ചു. മാസ്ക് ധരിക്കുക, പ്രവേശന കവാടങ്ങളിൽ ശരീരോഷ്മാവ് പരിശോധിക്കുക, സ്വന്തം മുസല്ല കൊണ്ടുവരിക, കൈകൾ സാനിറ്റൈസ് ചെയ്യുക, അകലം പാലിക്കുക, പള്ളിയിലേക്ക് പ്രവേശിക്കുന്നതും പുറത്തു കടക്കുന്നതും നിശ്ചിത വഴികളിലൂടെ മാത്രമാകുക, അനുവദിക്കപ്പെട്ട സ്ഥലത്ത് മാത്രം പ്രാർത്ഥിക്കുക, ഖുർആൻ പാരായണം ചെയ്യുന്നവർ സ്വന്തമായി മുസ്ഹഫ് കൊണ്ടുവരികയോ മൊബൈലിൽ ഖുർആൻ പാരായണം നടത്തുകയോ ചെയ്യുക, ഭക്ഷണപാനീയങ്ങൾ പള്ളിയിൽ കൊണ്ടുവരാതിരിക്കുക എന്നീ 9 നിർദ്ദേശങ്ങളാണ് പ്രധാനമായും ഹറം കാര്യ വിഭാഗം വിശ്വാസികൾക്ക് നൽകിയിട്ടുള്ളത്. ഇതിനു പുറമെ കോവിഡ് പ്രോട്ടോകോൾ കർശനമായി നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ട് രാജ്യത്തെ എല്ലാ പള്ളികൾക്കും ഇസ്ലാമിക കാര്യ മന്ത്രാലയം സർക്കുലർ അയച്ചു. പള്ളികളിലെ ഇമാമുമാരും മുഅദ്ദിനുമാരും പ്രാർത്ഥിക്കാനെത്തുന്നവരും നിർബന്ധമായും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കണമെന്നും ഇത് ലംഘിക്കുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും സർക്കുലറിൽ പറയുന്നു. വെള്ളിയാഴ്ച ജുമാ നിസ്കാരത്തിന് 1 മണിക്കൂർ മുമ്പ് പള്ളി തുറക്കുക, നിസ്കാരം കഴിഞ്ഞ് അരമണിക്കൂറായാൽ പള്ളി അടക്കുക, മാസ്ക് ധരിക്കുക, പ്രാർത്ഥിക്കുന്നവർ തമ്മിൽ 1.5 മീറ്ററെങ്കിലും അകലം പാലിക്കുക, പള്ളിയിൽ കൃത്യമായ വെന്റിലേഷൻ സൗകര്യമുണ്ടെന്ന് ഉറപ്പുവരുത്തുക, പുസ്തകങ്ങൾ, റെഫ്രിജറേറ്റർ തുടങ്ങിയവ ഒഴിവാക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് മന്ത്രാലയം മുന്നോട്ട് വച്ചിട്ടുള്ളത്. ജലീൽ കണമകലം, 24 ജിദ്ദ. കോവിഡ് കേസുകളുടെ എണ്ണം കൂടുന്ന സാഹചര്യത്തിൽ സൗദി അറേബ്യയിൽ വീണ്ടും നിയന്ത്രണങ്ങൾ കടുപ്പിക്കേണ്ടി വരുമെന്ന് ആരോഗ്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. പൊതുപരിപാടികളിലൂടെയാണ് കൂടുതൽ ആളുകൾക്കും രോഗം പകരുന്നതെന്നും മന്ത്രാലയം വ്യക്തമാക്കി. കോവിഡ് സുരക്ഷാ മാനദണ്ഡങ്ങൾ തുടർച്ചയായി ലംഘിക്കുന്നതാണ് സൗദിയിൽ കോവിഡ് കേസുകളുടെ എണ്ണം വീണ്ടും കൂടാൻ കാരണമെന്ന് ആരോഗ്യമന്ത്രി തൗഫീഖ് അൽ റബി പറഞ്ഞു. ഈ സാഹചര്യത്തിൽ രാജ്യത്ത് വീണ്ടും ശക്തമായ നിയന്ത്രണങ്ങൾ കൊണ്ടുവരേണ്ടി വരുമെന്നും മന്ത്രി പറഞ്ഞു. സൗദിയിൽ ഇതുവരെ 2ാം ഘട്ട വ്യാപനമുണ്ടായിട്ടില്ല. 2ാം തരംഗമുണ്ടായാൽ അത് ആദ്യത്തേതിനേക്കാൾ അപകടമാകുമെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. 75% പേർക്കും ഇപ്പോൾ കോവിഡ് ബാധിക്കുന്നത് പൊതുപരിപാടികളിലൂടെയാണെന്ന് ആരോഗ്യ മന്ത്രാലയം വക്താവ് മുഹമ്മദ് അൽ അബ്ദാലി പറഞ്ഞു. ഇക്കഴിഞ്ഞ ദിവസങ്ങളിലെ കണക്കെടുക്കുമ്പോൾ രാജ്യത്ത് പ്രതിദിന കോവിഡ് കേസുകൾ 200%, ഗുരുതരാവസ്ഥയിലുള്ളവരുടെ എണ്ണം 20% വർദ്ധിച്ചു. സൗദിയിൽ ഇതുവരെ 4,40,000-ലേറെ പേർ കോവിഡ് വാക്സിൻ സ്വീകരിച്ചതായും അൽ അബ്ദാലി പറഞ്ഞു. ഡിസംബർ മധ്യത്തിലാണ് വാക്സിൻ വിതരണം ആരംഭിച്ചത്. 24 ജിദ്ദ. ഇന്ത്യൻ നിർമ്മിത കോവിഡ് വാക്സിൻ കുവൈറ്റിലെത്തി. ഇന്ത്യൻ സ്ഥാനപതി സിബി ജോർജ്, കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയ പ്രതിനിധികൾ എന്നിവരുടെ നേതൃത്വത്തിലാണ് 2 ലക്ഷം ഡോസ് വാക്സിൻ കുവൈറ്റിൽ എത്തിച്ചത്. ഇന്ത്യൻ നിർമ്മിത കോവിഡ് പ്രതിരോധ വാക്സിനായ ഓക്സ്ഫോർഡ് ആസ്ട്രസെനേക്ക ഉപയോഗിക്കുന്നതിന് കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയം അംഗീകാരം നൽകിയിരുന്നു. ഇന്ത്യൻ സ്ഥാനപതി സിബി ജോർജ്, ആരോഗ്യ മന്ത്രാലയ ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവരുടെ നേതൃത്വത്തിലാണ് ആദ്യഘട്ടത്തിലെ 2 ലക്ഷം ഡോസ് വാക്സിൻ കുവൈറ്റിൽ എത്തിച്ചത്. ഇന്ത്യയിൽ പൂനെയിലെ സെറം ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഓക്സ്ഫോർഡ് ആസ്ട്രസെനേക്ക എന്ന വാക്സിൻ നിർമ്മിച്ചത്. ആദ്യ ബാച്ചിലെ 2 ലക്ഷം ഡോസ് ഉപയോഗിച്ച് 1 ലക്ഷത്തോളം പേർക്ക് വാക്സിൻ നൽകാൻ കഴിയുമെന്ന് കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയം ഡ്രഗ് ആൻഡ് ഫുഡ് വിഭാഗം അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി ഡോക്ടർ അബ്ദുള്ള അൽബദർ അറിയിച്ചു. അടുത്ത ദിവസം മുതൽ വാക്സിൻ നൽകി തുടങ്ങുമെന്നും കുവൈറ്റ് മെഡിസിൻ രജിസ്ട്രേഷൻ ആൻഡ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റിന്റെയും പബ്ലിക് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെയും സംയുക്ത സാങ്കേതിക സമിതിയുടെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അടിയന്തര ഉപയോഗത്തിനായി ഇന്ത്യയിൽ നിർമ്മിച്ച വാക്സിൻ മന്ത്രാലയം നേരത്തെ തന്നെ അംഗീകരിച്ചിട്ടുള്ളതെന്നും ഡോക്ടർ അബ്ദുള്ള അൽബദർ കൂട്ടിച്ചേർത്തു. 24 കുവൈറ്റ്. കോവിഡ് നിയമലംഘനങ്ങൾ കണ്ടെത്താൻ സൗദി അറേബ്യയിലെ വാണിജ്യ കേന്ദ്രങ്ങളിൽ പരിശോധന ശക്തമാക്കി. ഒരാഴ്ചക്കിടെ 18,000-ലേറെ നിയമലംഘനങ്ങൾ കണ്ടെത്തി. റിയാദിലാണ് ഏറ്റവും കൂടുതൽ നിയമലംഘനങ്ങൾ കണ്ടെത്തിയത്. കോവിഡ് സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിക്കുന്നുണ്ടോ എന്നറിയാൻ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള വാണിജ്യ കേന്ദ്രങ്ങളിൽ ശക്തമായ പരിശോധനയാണ് നടക്കുന്നത്. പരിശോധനയിൽ കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ 18,563 നിയമലംഘനങ്ങൾ കണ്ടെത്തിയതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. റിയാദിലാണ് ഏറ്റവും കൂടുതൽ നിയമലംഘനങ്ങൾ കണ്ടെത്തിയത്. 4,852 നിയമലംഘനങ്ങൾ റിയാദ് പ്രവിശ്യയിൽ മാത്രം കണ്ടെത്തി. മക്ക പ്രവിശ്യയിൽ 2,636, ഖസീമിൽ 2,557,
കിഴക്കൻ പ്രവിശ്യയിൽ 2348 മദീനയിൽ 1829 അൽജൂഫിൽ 1310 അൽബാഹയിൽ 1160 തബൂക്കിൽ 626 അസീറിൽ 367 വടക്കൻ അതിർത്തിയിൽ 348 ഹായിലിൽ 333 ജിസാനിൽ 141 നജ്റാനിൽ 56 നിയമലംഘനങ്ങൾ കണ്ടെത്തി. മാസ്ക് ധരിക്കുന്നതും അകലം പാലിക്കുന്നതും ശരീരോഷ്മാവ് നോക്കാനുള്ള സൗകര്യങ്ങളുമൊക്കെയാണ് അധികൃതർ പരിശോധിക്കുന്നത്. ഷോപ്പിംഗ് മാളുകൾ, വാണിജ്യ കേന്ദ്രങ്ങൾ, കല്യാണ മണ്ഡപങ്ങൾ തുടങ്ങിയ കേന്ദ്രങ്ങളിലെല്ലാം പരിശോധന നടക്കുന്നുണ്ട്. ജലീൽ കണമകലം, 24 ജിദ്ദ. സൗദി അറേബ്യയിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ സുശക്തമാക്കുന്നതിന്റെ ഭാഗമായി റിയാദിലും തവൽഖന മൊബൈൽ ആപ്ലിക്കേഷൻ നിർബന്ധമാക്കി. സ്വദേശികളും വിദേശികളും ഉൾപ്പെടെ പ്രവിശ്യയിലെ മുഴുവൻ ജനങ്ങളും തവൽഖന ആപ്പ് ഡൗൺലോഡ് ചെയ്യണമെന്ന് ഗവർണർ ഉത്തരവിട്ടു. തവക്കൽന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം മൊബൈൽ ഫോണിൽ ബ്ലൂടൂത്ത് പ്രവർത്തനക്ഷമമാക്കണം. അതിനുശേഷം മാത്രമേ പൊതുയിടങ്ങൾ, ഷോപ്പിംഗ് മാൾ, സർക്കാർ ഓഫീസുകൾ എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്താൻ അനുമതിയുള്ളൂ. റിയാദ് ഗവർണർ പ്രിൻസ് ഫൈസൽ ബിൻ ബന്ദറാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. കോവിഡ് പ്രോട്ടോകോൾ പൂർണ്ണമായും ഉറപ്പുവരുത്തുന്നതിന് പരിശോധന തുടരും. ഇതിനായി പ്രത്യേക ഓഫീസ് പ്രവർത്തനം ആരംഭിക്കും. വിവാഹാഘോഷങ്ങൾ, അനുശോചന ചടങ്ങുകൾ, പള്ളികളിലെ നമസ്കാരം എന്നിവിടങ്ങളിലും കോവിഡ് പ്രോട്ടോകോൾ കർശനമായി പാലിക്കണമെന്നും ഗവർണർ ഉത്തരവിൽ നിർദ്ദേശിച്ചു. അതിനിടെ നഗരസഭ ആരോഗ്യ വിഭാഗം പരിശോധന ശക്തമാക്കി. മാസ്ക് ധരിക്കാത്തവർക്കെതിരെയും വ്യാപാര കേന്ദ്രങ്ങളിൽ കോവിഡ് പ്രോട്ടോകോൾ ലംഘിക്കുന്നവർക്കെതിരെയും പിഴ ഉൾപ്പെടെയുള്ള ശിക്ഷാ നടപടി സ്വീകരിക്കുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. നാസറുദ്ദീൻ വിജയ്, 24 റിയാദ്. സൗദിയിൽ അബ്ഷീർ സേവനങ്ങൾ ഇനി സന്ദർശക വിസക്കാർക്കും ആശ്രിത വിസക്കാർക്കും ലഭിക്കും. ഓൺലൈൻ വഴിയുള്ള സർക്കാർ സേവനങ്ങൾ കൂടുതലായി ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായാണ് തീരുമാനം. അബിഷീർ പ്ലാറ്റ്ഫോം വഴിയുള്ള സർക്കാർ സേവനങ്ങൾ ഇനി മുതൽ ഫാമിലി വിസയിലുള്ളവർക്കും വിസിറ്റ് വിസയിലും ടൂറിസ്റ്റ് വിസയിലും സൗദിയിലെത്തുന്നവർക്കും GCC പൗരന്മാർക്കും ലഭിക്കുമെന്നാണ് സൗദി ജവാസാത്തിന്റെ അറിയിപ്പ്. നിലവിൽ സ്വദേശികൾക്കും ഇഖാമയുള്ള വിദേശികൾക്കും മാത്രമാണ് ഈ സേവനം ലഭിക്കുന്നത്. ഓൺലൈൻ വഴിയുള്ള സർക്കാർ സേവനങ്ങൾ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ നീക്കം. സന്ദർശകർക്കും ടൂറിസ്റ്റുകൾക്കും ഫാമിലി വിസക്കാർക്കുമെല്ലാം ഒരു വിരൽത്തുമ്പിൽ ഇനി സൗദിയിലെ സർക്കാർ സേവനങ്ങൾ ലഭിക്കും. ജവാസാത്ത് ഓഫീസ് സന്ദർശിച്ചോ ഷോപ്പിംഗ് മാളുകളിലും മറ്റും സ്ഥാപിച്ച സെൽഫ് സർവീസ് മെഷീനുകൾ വഴിയോ രജിസ്റ്റർ ചെയ്യാം. സൗദിയിലെത്തുമ്പോൾ ഇമിഗ്രേഷനിൽ നിന്ന് ലഭിക്കുന്ന ബോർഡർ നമ്പർ ഉപയോഗിച്ചാണ് വിദേശികൾ രജിസ്റ്റർ ചെയ്യേണ്ടത്. GCC പൗരന്മാർക്ക് ID നമ്പർ ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യാം. ഇതോടെ വിസ സംബന്ധമായ രേഖകളും സേവനങ്ങളുമെല്ലാം ഓൺലൈൻ വഴി ലഭിക്കും. ജലീൽ കണമകലം, 24 ജിദ്ദ. സൗദി അറേബ്യയിലെ റിമോട്ട് കസ്റ്റമർ സർവീസ് രംഗത്ത് സ്വദേശിവൽക്കരണം നടപ്പിലാക്കാൻ തീരുമാനം. രാജ്യത്തെ സ്വകാര്യ മേഖലയിൽ സ്വദേശിവൽക്കരണം വർദ്ധിച്ചതായി ഇത് സംബന്ധിച്ച റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. റിമോട്ട് കസ്റ്റമർ സർവീസ് മേഖലയിൽ സമ്പൂർണ്ണ സ്വദേശിവൽക്കരണം കൊണ്ടുവരാനാണ് സൗദി മാനവശേഷി സാമൂഹിക വികസന മന്ത്രാലയത്തിന്റെ തീരുമാനം. ഇതു സംബന്ധമായ തസ്തികകളിൽ സൗദികളെ മാത്രം ജോലിക്ക് വെക്കാൻ വകുപ്പ് മന്ത്രി അഹമ്മദ് അൽ റാജി ഉത്തരവിട്ടു. നേരിട്ടും അല്ലാതെയുമുള്ള സേവനങ്ങൾക്കെല്ലാം ഇത് ബാധകമാണെന്നും മന്ത്രി പറഞ്ഞു. ടെലിഫോൺ, ഇമെയിൽ തുടങ്ങിയവ വഴിയും സോഷ്യൽ മീഡിയയിലെ മറ്റേത് മാർഗങ്ങൾ ഉപയോഗിച്ചുള്ളതുമായ റിമോട്ട് സേവനങ്ങൾ ഈ പരിധിയിൽപ്പെടുമെന്ന് ഉത്തരവിൽ പറയുന്നു. വിഷൻ 2030ന്റെ ഭാഗമായി കൂടുതൽ സ്വദേശികൾക്ക് ജോലി കണ്ടെത്തുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. സ്വദേശികൾക്ക് ഈ മേഖലയിൽ തൊഴിൽ പരിശീലനം നൽകാനും മന്ത്രാലയത്തിന് പദ്ധതിയുണ്ട്. അതേസമയം സ്വകാര്യ മേഖലയിലെ സ്വദേശിവൽക്കരണം 2020 നാലാം പാദത്തിൽ 21.81% വർദ്ധിച്ചതായി മാനവശേഷി വികസന നിധി വെളിപ്പെടുത്തി. 2019 നാലാം പാദത്തിൽ ഇത് 20.9% 17,49,571 സ്വദേശികളാണ് സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്നത്. ഇതിൽ 34.4% വനിതകളാണെന്നും റിപ്പോർട്ട് പറയുന്നു. കിഴക്കൻ പ്രവിശ്യയിലാണ് ഏറ്റവും കൂടുതൽ സ്വദേശികൾ ജോലി ചെയ്യുന്നത്, 25.3%. റിയാദിൽ ഇത് 22.5%, മക്കയിൽ 21.4%, മദീനയിൽ 19.2%. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. സൗദി തലസ്ഥാന നഗരിയെ ബന്ധിപ്പിക്കുന്ന റിയാദ് മെട്രോ ഈ വർഷം തന്നെ സർവീസ് ആരംഭിക്കും. പരീക്ഷണോട്ടം ആരംഭിച്ച മെട്രോയുടെ അവസാന മിനുക്കുപണികളാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് റിയാദ് റോയൽ കമ്മീഷൻ അറിയിച്ചു. റിയാദ് മെട്രോയുടെ വാണിജ്യാടിസ്ഥാനത്തിലുള്ള ആദ്യഘട്ട സർവീസ് ഈ വർഷം സെപ്റ്റംബറിൽ ആരംഭിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ലോകത്തെ ഏറ്റവും നീളം കൂടിയ മെട്രോയാണ് റിയാദിൽ സജ്ജമാകുന്നത്. കോവിഡിനെ തുടർന്ന് നിർമ്മാണ പ്രവർത്തനങ്ങളിൽ മന്ദത നേരിട്ടെങ്കിലും ഇപ്പോൾ ദ്രുതഗതിയിലായിട്ടുണ്ട്. 176 കിലോമീറ്റർ ദൈർഘ്യമുള്ള മെട്രോയുടെ 42% ഭൂഗർഭപാതയും 47% പാലങ്ങളും 11% ഉപരിതല പാതയുമാണ്.
3 വലിയ സ്റ്റേഷനുകൾ ഉൾപ്പെടെ 85 സ്റ്റേഷനുകളാണുള്ളത്. റിയാദ് മെട്രോയിൽ സർവീസ് നടത്തുന്നതിന് 586 വിദേശ നിർമ്മിത ബോഗികൾ എത്തിച്ചിട്ടുണ്ട്. 2 മുതൽ 4 ബോഗികൾ ഓരോ സർവീസിനും ഉപയോഗിക്കും. ഇന്ത്യയിലെ L&T ഉൾപ്പെടെ അന്താരാഷ്ട്ര കമ്പനികളിൽ നിന്നായി 45,000 തൊഴിലാളികളാണ് റിയാദ് മെട്രോ നിർമ്മാണത്തിൽ പങ്കെടുത്തത്. നസറുദ്ദീൻ വിജയ്, 24, റിയാദ്. കുവൈറ്റ് വിമാനത്താവളത്തിൽ സേവന ഫീസ് ഈടാക്കാൻ തീരുമാനം. ജൂൺ 1 മുതൽ തീരുമാനം പ്രാബല്യത്തിൽ വരുമെന്നും ഓരോ യാത്രക്കാരിൽ നിന്നും സേവന ഫീസ് ഈടാക്കുമെന്നും അധികൃതർ അറിയിച്ചു. കുവൈറ്റ് സേവനകാര്യമന്ത്രി അബ്ദുള്ള അൽമാർഫി പുറത്തിറക്കിയ വിജ്ഞാപനത്തിലാണ് വിമാനത്താവളത്തിലെ സേവനം ഉപയോഗപ്പെടുത്തുന്ന യാത്രക്കാർക്ക് ഏർപ്പെടുത്തിയ ഫീസ് ഘടന വ്യക്തമാക്കിയിട്ടുള്ളത്. ഇപ്രകാരമുള്ള സേവന ഫീസ് ജൂൺ 1 മുതൽ പ്രാബല്യത്തിൽ വരും. കുവൈറ്റ് വിമാനത്താവളം വഴി പുറപ്പെടുന്ന യാത്രക്കാർക്ക് 3 ദിനാറും കുവൈറ്റിലെത്തുന്ന യാത്രക്കാർക്ക് 2 ദിനാറുമാണ് സേവന ഫീസായി നിശ്ചയിച്ചിരിക്കുന്നത്. മന്ത്രാലയത്തിൻ്റെ നേരത്തെ തന്നെയുള്ള തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പുതിയ നിരക്ക് ഏർപ്പെടുത്തുന്നതെന്ന് സിവിൽ വ്യോമയാന സമിതി വക്താവ് സൗദ് അൽ ഒത്തേബി അറിയിച്ചു. വിമാനത്താവള സേവന ഫീസ് 8 ദിനാറായി നിശ്ചയിച്ചുകൊണ്ട് നേരത്തെ തന്നെ തീരുമാനമെടുത്തിരുന്നു. എന്നാൽ സേവന നിരക്കിൽ അടിസ്ഥാനപരമായി 3 ദിനാർ കുറച്ച് 2 ദിശകളിലേക്കുമായി 5 ദിനാറായിരിക്കും പുതിയ നിരക്ക്. ജൂൺ 1 മുതൽ ഓരോ യാത്രക്കാരിൽ നിന്നും വിമാന കമ്പനികൾ മുഖേന ടിക്കറ്റ് നിരക്കിനോടൊപ്പം സേവന ഫീസ് കൂടി ഈടാക്കുമെന്നും സൗദ് അൽ ഒത്തേബി വ്യക്തമാക്കി. 24, കുവൈറ്റ്. കേന്ദ്ര ബജറ്റിനെ പ്രശംസിച്ച് ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി. നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച ബജറ്റ് മാന്ത്രിക ബജറ്റാണെന്ന് MA യൂസഫ് അലി പറഞ്ഞു. രാജ്യത്തിന്റെ അടിസ്ഥാന വികസന രംഗത്ത് വലിയ കാൽവെപ്പാകുന്ന ബജറ്റ് പ്രവാസികൾക്ക് ഗുണം ചെയ്യുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. നമ്മുടെ സംസ്ഥാനം ഇന്ന് അനുഭവപ്പെടുന്ന ബുദ്ധിമുട്ട് ഈ ട്രാഫിക് ബ്ലോക്കാണ്. അപ്പോൾ ദേശീയപാതയ്ക്ക് 65,000 കോടി റുപ്യ വകയിരുത്തി. അതുപോലെ കൊച്ചി മെട്രോ, അത് കുറേയും കൂടെ നമുക്ക് വികസിപ്പിക്കാൻ സാധിക്കും കൊച്ചി മെട്രോ. പിന്നെ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം മുമ്പ് ഒരു പ്രവാസി പോയിട്ട് കമ്പനി തുടങ്ങണമെങ്കിൽ ലിമിറ്റഡ് കമ്പനി തുടങ്ങണമെങ്കിൽ 2-3 ആൾ വേണം. ഇതിപ്പോൾ 100% കമ്പനിയായിട്ട് NRIക്കാർക്ക്, നോൺ റെസിഡൻറ്റ് ഇന്ത്യൻസിന് അതൊരു 50 ലക്ഷത്തിൻ്റെ കമ്പനിയായാലും ശരി, 1 കോടിയുടെ കമ്പനി ആയാലും ശരി, 100 കോടിയുടെ ആയാലും ശരി, 1000 കോടിയുടെ ആയാലും ശരി, അത് വളരെ നല്ലൊരു നിയമമാണ്. സൗദി അറേബ്യയിൽ പകർപ്പവകാശ ലംഘനങ്ങളും ലോഗോ നിയമലംഘനങ്ങളും കണ്ടെത്താൻ നടത്തിയ പരിശോധനയിൽ 10,000-ലേറെ ഉൽപ്പന്നങ്ങൾ പിടികൂടി. പകർപ്പവകാശ ലംഘനം നടത്തിയ 77 വെബ്സൈറ്റുകളും ബ്ലോക്ക് ചെയ്തു. ഇലക്ട്രോണിക്സ് കമ്പ്യൂട്ടർ പ്രോഗ്രാമുകൾ വിൽപ്പന നടത്തുന്ന സ്ഥാപനങ്ങളിലായിരുന്നു പരിശോധന. സൗദിയിലെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി അതോറിറ്റിയും പൊതുസുരക്ഷാ വകുപ്പും ചേർന്നാണ് പരിശോധന നടത്തുന്നത്. സൗദി നിയമപ്രകാരം മറ്റൊരു സ്ഥാപനത്തിന്റെ രജിസ്റ്റർ ചെയ്ത ലോഗോ ഉപയോഗിക്കാൻ പാടില്ല. പേറ്റന്റ് നിയമലംഘനവും കുറ്റകരമാണ്. കമ്പ്യൂട്ടർ പ്രോഗ്രാമുകൾക്കും ഈ നിയമം ബാധകമാവും. ഇവ ലംഘിച്ച 11,620 ഉൽപ്പന്നങ്ങളും മന്ത്രാലയം പിടിച്ചെടുത്തു. വ്യാജപേരിൽ എത്തിച്ച ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും കമ്പ്യൂട്ടർ പ്രോഗ്രാമുകളും ഇതിൽപ്പെടും. പകർപ്പവകാശം ലംഘിച്ച റെക്കോർഡിംഗുകൾ, രേഖകൾ എന്നിവയും പിടിച്ചെടുത്തു. 77 വെബ്സൈറ്റുകളും ഇതിന്റെ ഭാഗമായി ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അനധികൃത മാർഗത്തിലൂടെ ഇറക്കുമതി ചെയ്ത വസ്തുക്കൾ കണ്ടെത്തിയ സ്ഥാപനങ്ങളും അതോറിറ്റി പിഴ ഈടാക്കി താൽക്കാലികമായി അടപ്പിക്കുകയും ചെയ്തു. സുബൈറുദ്ദൂർ, 24, ദമാം. സൗദിയിലെ പ്രവാസികൾ കഴിഞ്ഞ വർഷം 150 ബില്യൺ റിയാൽ നാട്ടിലേക്ക് അയച്ചതായി റിപ്പോർട്ട്. 4 വർഷത്തിനിടയിലെ ഏറ്റവും വലിയ സംഖ്യയാണിത്. 149.69 ബില്യൺ റിയാലാണ് 2020 സൗദിയിലെ വിദേശികൾ നാട്ടിലേക്ക് അയച്ചത്. 2019 ഇത് 125.53 ബില്യൺ റിയാലായിരുന്നു. ഈ വർഷം 19.25% വർധന. കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ പ്രവാസികൾ ഏറ്റവും കൂടുതൽ പണം നാട്ടിലേക്ക് അയച്ചത് 2020 സൗദി സെൻട്രൽ ബാങ്ക് പുറത്തുവിട്ട റിപ്പോർട്ട് പറയുന്നു. 2017 141.6 ബില്യൺ റിയാലും 2018 136.4 ബില്യൺ റിയാലുമായിരുന്നു. 2019 ഡിസംബറിൽ 11.56 ബില്യൺ റിയാൽ അയച്ച പ്രവാസികൾ ഇക്കഴിഞ്ഞ ഡിസംബറിൽ 13.42 ബില്യൺ റിയാലാണ് നാട്ടിലേക്ക് അയച്ചത്. 16.1% വർധനവ്. ഇക്കഴിഞ്ഞ നവംബർ മാസവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഡിസംബറിൽ 4.34% വർധനവ് രേഖപ്പെടുത്തി. 2020 4ാം പാദത്തിൽ മാത്രം 39.45 ബില്യൺ റിയാൽ പ്രവാസികൾ നാട്ടിലേക്ക് അയച്ചു. 2019 4ാം പാദത്തിൽ ഇത് 32.51 ബില്യൺ റിയാലായിരുന്നു. എന്നാൽ 2020 3ാം പാദവുമായി താരതമ്യം ചെയ്യുമ്പോൾ 4ാം പാദത്തിലെ റെമിറ്റൻസ് 3.3% കുറവാണെന്നും റിപ്പോർട്ട് പറയുന്നു. ജലീൽ കണ്ണമംഗലം, 24, ജിദ്ദ.
ന്യൂയോർക്കിലും സമീപ സംസ്ഥാനങ്ങളിലും കനത്ത മഞ്ഞുവീഴ്ച. വിവിധ സംസ്ഥാനങ്ങൾ മുൻകരുതൽ എന്ന നിലയിൽ സ്റ്റേറ്റ് എമർജൻസി പ്രഖ്യാപിച്ചു. അമേരിക്കയുടെ കിഴക്കൻ പ്രദേശങ്ങളിൽ കനത്ത മഞ്ഞുവീഴ്ച. ന്യൂയോർക്കിന്റെയും ന്യൂജേഴ്സിയുടെയും മിക്ക ഭാഗങ്ങളും മഞ്ഞിൽ മുങ്ങിക്കഴിഞ്ഞു. ഇപ്പോഴും തുടരുന്ന മഞ്ഞുവീഴ്ച അവസാനിക്കുമ്പോൾ ന്യൂയോർക്കിൽ 24 ഇഞ്ച് വരെ മഞ്ഞ് ലഭിക്കുമെന്ന് കരുതുന്നു. ന്യൂയോർക്കിലും ന്യൂജേഴ്സിയിലും ഇന്ന് സ്റ്റേറ്റ് എമർജൻസി പ്രഖ്യാപിച്ചിട്ടുണ്ട്. വാഹന ഗതാഗതം പൂർണ്ണമായി സ്തംഭിച്ചു. കനത്ത മഞ്ഞുവീഴ്ചയോടുള്ള കാറ്റ് സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാക്കി. തീരദേശ പ്രദേശങ്ങളിൽ മഞ്ഞുരുകി വെള്ളപ്പൊക്കമുണ്ടാകുവാനുള്ള സാധ്യതയുണ്ടെന്ന് അധികൃതർ അറിയിച്ചു. മഞ്ഞ് നീക്കം ചെയ്യുന്നതുവരെ വീടുകൾക്ക് പുറത്തിറങ്ങരുതെന്ന് ന്യൂയോർക്ക് മേയർ പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ന്യൂയോർക്ക് ഏരിയയിൽ മഞ്ഞുവീഴ്ച കുറവായിരുന്നു കഴിഞ്ഞ വർഷം. ഈ വർഷം മഞ്ഞുകാലം മാറുവാൻ മാർച്ച് വരെ കാത്തിരിക്കണം. അമേരിക്കയിൽ നിന്ന് 24 വേണ്ടി മധു കൊട്ടാരക്കര. പത്മശ്രീ പുരസ്കാരം നേടിയ സംഗീതജ്ഞൻ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിക്ക് പയ്യന്നൂർ സൗഹൃദവേദി ദമാം ചാപ്റ്റർ സ്നേഹാദരവ് സമ്മാനിച്ചു. പയ്യന്നൂർ കൊറോത്ത് പുലേരി വാദ്യാർ ഇല്ലത്ത് വെച്ച് നടന്ന ചടങ്ങിൽ പയ്യന്നൂർ സൗഹൃദവേദി ഭാരവാഹികൾ പ്രശംസാ ഫലകം നൽകുകയും പൊന്നാടയണിയിച്ച് അദ്ദേഹത്തെ ആദരിക്കുകയും ചെയ്തു. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ വിവിധ രാജ്യങ്ങളിലെ കോൺഗ്രസ് അനുകൂല പ്രവാസി സംഘടനകൾ യോഗം ചേർന്നു. ഓൺലൈൻ നടന്ന യോഗത്തിൽ ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ്, YCC, ഇൻഗാസ് തുടങ്ങിയ കോൺഗ്രസിന്റെ വിവിധ പോഷക സംഘടനകൾ പങ്കെടുത്തു. ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് ചെയർമാൻ സാം പിത്രോഡ അധ്യക്ഷത വഹിച്ചു. UAE-യിൽ ജോലി ചെയ്യുന്ന പ്രവാസി മലയാളികൾക്ക് നിയമാവബോധം ഉറപ്പാക്കാൻ അജ്മാൻ ഇന്ത്യൻ സോഷ്യൽ സെന്റർ നിയമസഹായ ക്യാമ്പ് സംഘടിപ്പിച്ചു. നോർക്ക റൂട്ട്സിന്റെ പ്രവാസി നിയമസഹായ പദ്ധതിയുടെ സഹകരണത്തോടെയായിരുന്നു പരിപാടി. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് ISC കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ച ക്യാമ്പിൽ ലീഗൽ കൺസൾട്ടന്റുമാർ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. റിപ്പബ്ലിക് ദിനത്തിന്റെ ഭാഗമായി മാറുന്ന ഇന്ത്യ എന്ന ശീർഷകത്തിൽ ICF സൗദി നാഷണൽ കമ്മിറ്റി രാജ്യാന്തര സെമിനാർ സംഘടിപ്പിച്ചു. ഓൺലൈൻ വഴി നടന്ന സെമിനാർ MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്തു. കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ മുഖ്യപ്രഭാഷണം നടത്തി. ഇന്ത്യയുടെ ശക്തിയും സൗന്ദര്യവും രാജ്യത്തിന്റെ വൈവിധ്യങ്ങളാണെന്നും അത് തകർക്കാനുള്ള ശ്രമത്തെ ഒറ്റക്കെട്ടായി നേരിടണമെന്നും സെമിനാറിൽ സംസാരിച്ച സ്പീക്കർ P. ശ്രീരാമകൃഷ്ണൻ പറഞ്ഞു. നിർമ്മലയുടെ രസതന്ത്രം. കാർഷിക, ആരോഗ്യ, തൊഴിൽ മേഖലകൾക്ക് പ്രാധാന്യം നൽകി പൊതു ബജറ്റ് 2025-26 ധനകമ്മി GDP-യുടെ 5% എന്ന ലക്ഷ്യമാണ് സർക്കാരിനുള്ളതെന്ന് ബജറ്റ് അവതരിപ്പിച്ച് ധനമന്ത്രി വ്യക്തമാക്കി. 75 വയസ്സിന് മേൽ പ്രായമുള്ളവർ ആദായ നികുതി റിട്ടേൺ സമർപ്പിക്കേണ്ട എന്നതും പ്രവാസി ഇന്ത്യക്കാർക്കുള്ള ഇരട്ട നികുതി ഒഴിവാക്കിയെന്നതും ബജറ്റിലെ സുപ്രധാന പ്രഖ്യാപനമായി. I borrow the words of Rabindranath Tagore. Faith is the bird that feels the light and sings when the dawn is still dark. വിശ്വാസത്തെ പക്ഷിയായി ഉപമിച്ചുകൊണ്ടുള്ള രവീന്ദ്രനാഥ ടാഗോറിന്റെ വരികളെ ആമുഖത്തിൽ ഉദ്ധരിച്ചാണ് നിർമ്മലാ സീതാരാമൻ ബഡ്ജറ്റ് വായിച്ചത്. 6 തൂണുകളുടെ പിൻബലം നൽകി നിർമ്മലാ സീതാരാമൻ ആദ്യ പേപ്പർ രഹിത ബഡ്ജറ്റിനെ ഉയർത്തി നിർത്തി. പ്രതിസന്ധി കാലത്തിലുള്ളതാണ് ഈ ബഡ്ജറ്റ് എന്നായിരുന്നു അവകാശവാദം. ആരോഗ്യ മേഖലയ്ക്ക് 64,100 കോടി രൂപയുടെ പാക്കേജ്, നിർമ്മാണ മേഖലയ്ക്ക് 5 വർഷത്തേക്ക് 1.97 ലക്ഷം കോടി, അടിസ്ഥാന സൗകര്യ വികസനം, റിയൽ എസ്റ്റേറ്റ് മേഖലകൾക്ക് കൈത്താങ്ങാകുന്ന പുതിയ പദ്ധതികൾ, അസറ്റ് മോണിറ്റൈസേഷൻ പ്രോഗ്രാം ശക്തിപ്പെടുത്താനുള്ള പ്രഖ്യാപനം, ഭാരത് മാല പദ്ധതിയുടെ ഭാഗമായി 2022 മാർച്ചിനുള്ളിൽ 8,500 കിലോമീറ്റർ നിർമ്മാണം, 11,000 കിലോമീറ്റർ ദേശീയപാത, മുംബൈ കന്യാകുമാരി ദേശീയപാതയുടെ ഭാഗം ഉൾപ്പെടെ കേരളത്തിൽ ദേശീയപാത വികസനത്തിന് പദ്ധതി. ഇങ്ങനെ നീണ്ടു പ്രഖ്യാപനങ്ങൾ. 1,100 kilometer of national highway works in the state of Kerala at an investment of 65,000 crores, including 600 kilometer section of Mumbai Kanyakumari corridor in Kerala. ഉജ്ജ്വല പദ്ധതി വ്യാപിപ്പിക്കും. സോളാർ എനർജി കോർപ്പറേഷന് കൂടുതൽ വിഹിതം. റെയിൽവേക്കായി 1.10 ലക്ഷം കോടി രൂപ വകയിരുത്തി. ഇൻഷുറൻസ് മേഖലയിൽ വിദേശ നിക്ഷേപം. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരി വിറ്റഴിക്കൽ തുടരും. കർഷകർക്ക് വായ്പ ലഭ്യമാക്കാൻ 75,060 കോടി രൂപയുടെ വിഹിതം. ചെറുകിട ഇടത്തരം മേഖലയ്ക്ക് 15,700 കോടി. 75 വയസ്സ് കഴിഞ്ഞവർക്ക് നികുതി റിട്ടേൺ സമർപ്പിക്കേണ്ടതില്ല. 2025-26 ധനകമ്മി GDP-യുടെ 5% ലക്ഷ്യമെന്നും ധനമന്ത്രി സഭയെ അറിയിച്ചു. We plan to continue with our path of fiscal consolidation and intend to reach the fiscal deficit level below 4.5% of the GDP by 2025-2026 with a fairly steady decline over the period.
പ്രവാസി ഇന്ത്യക്കാർക്കുള്ള ഇരട്ട നികുതി ഒഴിവാക്കി നിരവധി മലയാളികൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും. തുടർച്ചയായ മൂന്നാമത്തെ വർഷമാണ് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പാർലമെന്റിൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. കോവിഡ് കാലത്ത് രാജ്യത്തെ വിവിധ മേഖലകൾ നേരിടുന്ന പ്രതിസന്ധികൾക്കുള്ള വാക്സിനാകാൻ താൻ അവതരിപ്പിച്ച ബഡ്ജറ്റിന് സാധിക്കുമെന്നാണ് ഫലത്തിൽ ധനമന്ത്രി ബഡ്ജറ്റിൽ അവകാശപ്പെടുന്നത്. ക്യാമറാമാൻ രാജ് സിംഗ് ഭാട്ടിക്കൊപ്പം ആർ രാധാകൃഷ്ണൻ, 24 ഡൽഹി. വലിയ പ്രഖ്യാപനങ്ങൾ വരുത്തുന്ന സാമ്പത്തിക ബാധ്യതകൾ നേരിടാൻ പണമെവിടെ എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം പറയാൻ കേന്ദ്ര ബജറ്റിന് കഴിയുന്നില്ല. 4 തന്ത്രപ്രധാന മേഖലകളിൽ ഒഴികെ ബാക്കി എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും നിശ്ചിത കാലാവധിയിൽ സ്വകാര്യവൽക്കരിക്കാനുള്ള നീക്കങ്ങൾ ബജറ്റിൽ സർക്കാർ ശക്തമാക്കുകയും ചെയ്യുന്നു. വലിയ പ്രഖ്യാപനങ്ങൾ ഏറെയുണ്ട് നിർമ്മലാ സീതാരാമന്റെ മൂന്നാമത്തെ ബജറ്റിൽ. പ്രഖ്യാപിച്ച പദ്ധതികൾക്ക് പൂർണ്ണമായും തുക കണ്ടെത്തുന്നതിനെക്കുറിച്ച് പക്ഷേ ബജറ്റിൽ വ്യക്തതയില്ല. കമ്മി ഇപ്പോൾ തന്നെ 7.5 മുകളിലാണ്. കണ്ണടച്ച് പൊതുവിപണിയിൽ നിന്ന് കടമെടുക്കാൻ സർക്കാരിന് അതുകൊണ്ട് തന്നെ കഴിയില്ല. പ്രഖ്യാപിച്ച പദ്ധതികൾക്ക് പൂർണ്ണമായും തുക കണ്ടെത്താൻ എങ്ങനെ സാധിക്കുമെന്ന് ബജറ്റ് പറയുന്നില്ലെങ്കിലും അതിനുള്ള മാർഗം പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ വിൽപ്പന തന്നെയാകും എന്ന് ബജറ്റ് പരോക്ഷമായി വ്യക്തമാക്കുന്നു. അടുത്ത സാമ്പത്തിക വർഷം പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരി വിറ്റഴിക്കലിലൂടെ 1.75 ലക്ഷം കോടി രൂപ സമാഹരിക്കും എന്നാണ് പ്രഖ്യാപനം. I have estimated 1,75,000 crores as receipts from disinvestment in BE 21-22. ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, എയർ ഇന്ത്യ, ഭാരത് പെട്രോളിയം, കണ്ടെയ്നർ കോർപ്പറേഷൻ, ഷിപ്പിംഗ് കോർപ്പറേഷൻ എന്നിവയുടെ സ്വകാര്യവൽക്കരണം ബജറ്റ് പ്രഖ്യാപിക്കുന്നു. 2 പൊതുമേഖലാ ബാങ്കുകളിലെയും ഒരു ജനറൽ ഇൻഷുറൻസ് കമ്പനിയുടെയും സർക്കാർ ഓഹരി കുറച്ചു കൊണ്ടുവരികയും ചെയ്യും. ഫലത്തിൽ 4 തന്ത്രപ്രധാന മേഖലകളിലൊഴികെ ബാക്കിയെല്ലാം നിശ്ചിത കാലാവധിയിൽ സ്വകാര്യവൽക്കരിക്കാനുള്ള നീക്കം സർക്കാർ വേഗത്തിലാക്കുന്നു എന്ന് ചുരുക്കം. കോവിഡിനെ പ്രതിരോധിക്കാൻ ബഡ്ജറ്റിൽ നൽകിയ സൂത്രവാക്യം ശ്രദ്ധേയമാണ്. അത് ഫലിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. അടുത്ത 1 വർഷമാകും ഇതിനുള്ള ഉത്തരം നൽകുക. ലെൻസി ജോസഫ്, 24 ഡൽഹി. ഗൾഫ് ഫോക്കസ് പൂർത്തിയാകുന്നു. നമസ്കാരം. This is 24.